പ്രൈസ് ദി ലോർഡ്. ദൈവനാമമഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 4-ാം വാക്യം. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. പ്രിയമക്കളെ, നാം തേജസ്സിൽ വെളിപ്പെടണമെങ്കിൽ ഇവിടെ ആദ്യത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ഉയരത്തിലുള്ളത് അന്വേഷിക്കുന്നവരും ഭൂമിയിലുള്ളതിനെ കുറിച്ച് ഹല്ലേലൂയ അതിനെ പറ്റി ചിന്തിക്കാതെ ഉയരത്തിലുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നവരുമായിരിക്കണം. ശരിയായ ഉപദേശവും വിശുദ്ധ ജീവിതവും ക്രിസ്തുവിലെ വീണ്ടെടുപ്പിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ്. ഹല്ലേലൂയ. നാം വിശുദ്ധ ജീവിതവും ശരിയായ ഉപദേശവും കൈക്കൊള്ളുന്നവരായിരിക്കണം. അതിനോടൊപ്പം തന്നെ ക്രിസ്തുവിനോടുള്ള ആ കൂട്ടായ്മയും സ്നേഹവും നമുക്ക് ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്നെ തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, എന്നോട് കേട്ട പഥ്യവചനം നീ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കിക്കൊള്ളുക. ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നാം കേട്ട പഥ്യവചനം, അതായത് ക്രിസ്തുവിനുള്ള വിശ്വാസത്തില് ആ സ്നേഹത്തില് നമ്മൾ മാതൃകയുള്ളായിരിക്കണം. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഹല്ലേലൂയ. വിശ്വാസം, ഹല്ലേലൂയ, പ്രത്യാശ, സ്നേഹം, ഇവയിൽ ഏറ്റവും വലിയത് സ്നേഹമാണ്. ഹല്ലേലൂയ. ഇവ മൂന്നും നിലനിൽക്കുമെങ്കിലും ഇവയിൽ വലിയ ആ സ്നേഹം, ദൈവത്തിലുള്ള ആ സ്നേഹം നമ്മുടെ ജീവിതത്തില് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരായിരിക്കണം. നമ്മുടെ ജീവൻ സ്വർഗത്തിൽ ക്രിസ്തുവിനോട് കൂടെ മറിഞ്ഞിരിക്കുന്നതിനാൽ നമ്മുടെ മനസ്സുകൾ ഉയരത്തിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടി ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു നിത്യമായ സ്വർഗീയ കാഴ്ചപ്പാട് നമ്മിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ഇതിൽ 3-ന്റെ, അതായത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളെ അന്വേഷിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അത് പറഞ്ഞിരിക്കുന്ന, ആകയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടി ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എങ്കിൽ ക്രിസ്തു ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നിടമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ, ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ചു നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഹല്ലേലൂയ. 3-ന്റെ 5 മുതലുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത് പാപത്തെ എതിർക്കുന്നതായിട്ട്, അതായത് ഭൂമിയിലുള്ളവയെ കുറിച്ച് കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, അതിൻ്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയെ, അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. നമ്മിലുള്ള ഹല്ലേലൂയ ആ ദുഷ്ടചിന്തകളൊക്കെ നമ്മൾ മരിപ്പിച്ച് കളയണം, ഇല്ലാതാക്കി കളയണം. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങൾ മുമ്പേ അവയിൽ നടന്നു പോന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവീൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദന അഗ്രചർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്രേ എല്ലാവരിലും എല്ലാമാകുന്നു. പ്രിയ മക്കളെ, ഭൂമിയിൽ നമുക്കുണ്ടായിരിക്കുന്ന ഈ ദൈവഹിതമില്ലാത്ത എല്ലാ സ്വഭാവങ്ങളും, യേശുപ്പച്ചന് ഇഷ്ടപ്പെടാത്ത എല്ലാ സ്വഭാവങ്ങളും വിട്ടുകളഞ്ഞ് നമ്മൾ
പുതിയ ഹല്ലേലൂയ മനുഷ്യനെ ധരിക്കുന്നവരായി, ക്രിസ്തുവിനെ ധരിക്കുന്നവരായി തീരണം. ഹല്ലേലൂയ. 12 മുതൽ ഉള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നാം ധരിക്കുന്നതായിട്ടാണ്. അതായത് നാം സഭയിൽ എങ്ങനെ, അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം എങ്ങനെയാണ് നമ്മൾ നയിക്കേണ്ടതെന്ന് നമുക്ക് ഹല്ലേലൂയ 11-ാം വാക്യം മുതൽ, അതായത് 12-ാം വാക്യം മുതൽ പറയുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഹല്ലേലൂയ. നോക്കൂ പ്രിയ ദൈവമക്കളെ, നമ്മിൽ ഉണ്ടാകേണ്ടുന്ന സ്വഭാവങ്ങളെ, ദയയും താഴ്മയും സൗമ്യതയും മനസ്സലിവും ദീർഘക്ഷമയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതായത് സ്വർഗീയ പിതാവിനെ നാം ധരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഹല്ലേലൂയ അശുദ്ധ ജീവിതമെല്ലാം മാറ്റി വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, എല്ലാത്തിനും മീതെ സമ്പൂർണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. മുന്നമേ പറഞ്ഞ ഭൂമിയിലുള്ള ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സ്വഭാവങ്ങളും ദൈവഹിതമില്ലാത്ത, അതായത് പറഞ്ഞല്ലോ, ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമുഖം, വിഗ്രഹാരാധന, അത്യാഗ്രഹം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മരിപ്പിക്കണം. കോപം, ക്രോധ, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം, ഇവയൊക്കെ നാം വിട്ടുകളഞ്ഞിട്ട് നമ്മൾ മനസ്സലിവും ദയയും താഴ്മയും സൗമ്യതയും ദീർഘക്ഷമയും ഉള്ളവരായി സ്തുതികളാൽ, സങ്കീർത്തനങ്ങളാൽ, ആത്മീയ ഗീതങ്ങളാൽ കർത്താവിന്റെ സന്നിധി നമ്മൾ ഹല്ലേലൂയ എപ്പോഴും പാടിയും ആരാധിച്ചിരിക്കുന്നവരായിരിക്കണം. അതാണ് യേശുപ്പച്ചന്റെ ആഗ്രഹം. പ്രിയ മക്കളെ, നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുക. എങ്ങനെയാണ്? ഉയരത്തിലുള്ളത് ചിന്തിക്കുന്നവരായിരിക്കണം. ഭൂമിയിലുള്ളതിനെല്ലാം മരിപ്പിച്ചു കളയണം. ജീവിതത്തിൽ ഹല്ലേലൂയ കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളൊക്കെ നേരിടുമ്പോഴും യേശുവിന്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. എന്നിട്ട് 17-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പ്രിയ മക്കളെ, വാക്കിനാലോ ക്രിയയാലോ എന്തു ചെയ്താലും സകലവും കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞും കൊണ്ടിരിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവനാമത്തിന് വേണ്ടി നാം എന്ത് ചെയ്താലും ഹല്ലേലൂയ നമ്മൾക്ക് എന്തെങ്കിലും സഹായിക്കുവാനാണോ കഴിയുന്നത്, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് ഹല്ലേലൂയ ഒരാൾക്ക് ഒരു വാക്ക് പ്രാർത്ഥിപ്പാനാണോ നമുക്ക് കഴിയുന്നത്? എന്ത് ചെയ്താലും ദൈവനാമം മഹത്വീകരിക്കുന്നതിന് വേണ്ടി നാം ചെയ്യണം. ഹല്ലേലൂയ. ഉയരത്തിലുള്ളത് ചിന്തിച്ച് ആ നിത്യമായ ഭവനത്തിന് വേണ്ടി നാം ഓരോരുത്തരും ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. പ്രിയ മക്കളെ, നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. കർത്താവേ, എന്നിൽ ഹല്ലേലൂയ ഈ ഭൂമിയിലുള്ള എൻ്റെ അപ്പൻ ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങളെല്ലാം എന്നിൽ നീക്കിയിട്ട് ഹല്ലേലൂയ പുതിയ മനുഷ്യനെ ധരിച്ചു ജീവിക്കുവാൻ നമുക്കിടയായി തീരട്ടെ. ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, എന്ന് വചനം കേൾക്കുന്ന ഓരോ ജീവിതങ്ങളുടെ മേലും ഹല്ലേലൂയ ക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ വസിപ്പാൻ ഇടയാകണമേ. ഹല്ലേലൂയ. അങ്ങയിലുള്ള സ്വഭാവം ഞങ്ങളിലേക്ക് ഉണ്ടാകുവാൻ കർത്താവേ ഇടയാക്കണം. കർത്താവേ, വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും ഹല്ലേലൂയ നല്ലൊരു ചിന്താഗതിയിലേക്കായി തീരുവാൻ ദൈവം സഹായിക്കണം. എൻ്റെ അപ്പൻ ഓരോ മക്കളോട് സംസാരിക്കണം. അപ്പ ആ നിത്യമായ ഭവനത്തിന് വേണ്ടി ഒരുങ്ങിക്കാത്തിരിപ്പാൻ ഓരോ മക്കളെയും സഹായിക്കണമേ. അപ്പൻ അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.